ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ബ്രെഡ് വെച്ചുള്ളൊരു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നല്ലപോലെ ചൂടായിരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ബട്ടർ പീസ് ഇട്ട് കൊടുക്കുക. അത് ചൂടായിരുമ്പോൾ അതിനകത്തേക്ക് ഒരു വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി അല്ലി പച്ചമണം മാറുന്നവരെ വഴറ്റിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തതിന് ശേഷം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ചേർത്ത് കുറുകി വരുമ്പോൾ അതിനകത്ത് കുറച്ച് ചീസ് പീസാക്കിയിട്ട് കൊടുക്കുക. ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്താൽ അത്രയും നല്ലത്. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 8 പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ബ്രെഡിന് വേണ്ടിയാണ് ഇത് എടുത്തേക്കണേ കേട്ടോ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ് കേട്ടോ. ഇത് കൂടി ചേർത്തതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് ഇരിക്കണമെങ്കിൽ ആ ചില്ലി ഫ്ലേക്സ് ചേർക്കണമെന്നില്ല കേട്ടോ. ആദ്യം ചേർത്ത ചില്ലി ഫ്ലേക്സ് മതിയാവും. പിന്നെ ബ്രെഡ്, ഫുള്ളായിട്ടുള്ള ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം, 2 ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിന് നടുഭാഗം വെച്ചിട്ട് സ്ക്വയറായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതിനകത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ളതാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ശരിക്കും ഇത് ഓവനിൽ വെച്ചാണ് ചെയ്യണത്. ഞാൻ 2ലും വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഞാൻ കുക്കറിൽ വെച്ചും ബാക്കി 3 ഓവനിൽ വെച്ചാണ് ഞാൻ ചെയ്യണത്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റൗവിൽ ഒരു കട്ടിയുള്ള പോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. ഈ ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ച് ചീസ് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതിന് മീതെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ബട്ടർ ഒരു പാത്രത്തിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്ത ചൂടുകട്ടിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു ബട്ടർ ബ്രഷ് ചെയ്ത പാത്രം ഇറക്കി വെച്ചതിന് ശേഷം ബ്രെഡ് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. വെച്ച് തന്നപ്പോൾ ഇത് കുക്കറിൻ്റെ മീതെ ഇരിക്കണം. അപ്പോൾ ഞാൻ ഒരു ഒരു ബൗൾ കമത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ലോ ഫ്ലെയിമിലിട്ട് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ 5 മിനിറ്റ് ഓവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നമുക്ക് ആ 3 പീസ് ബ്രെഡും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് പുറത്തിട്ടുള്ള സാധനങ്ങൾ, അത് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 7 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അടിപൊളിയായിട്ട് ഇവിടെ റെഡിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പുറമേ നല്ല ക്രിസ്പി ആണെങ്കിലും അകത്ത് നല്ല ജ്യൂസിയാണ് കേട്ടോ ഇത്. അപ്പോഴേക്കും നമുക്ക് ഇവിടെ സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. കണ്ട, നല്ലതുപോലെ ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് കണ്ട, ക്രിസ്പി ആയിട്ടിരിക്കുന്നതിന് പുറത്ത്, പക്ഷേ അകത്ത് നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നത് കണ്ട. ഇത് കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ താങ്ക് യു. ബൈ ബൈ.